കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് പുതിയ വീട് ഒരുങ്ങുന്നു. വീടിന് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണമെന്ന് മന്ത്രി പറഞ്ഞു. 3.5 മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കുമെന്നും എല്ലാവിധത്തിലുള്ള സഹായവും കുടുംബത്തിന് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഏതാണ്ട് ഒരു 20 ലക്ഷം എന്നുള്ള നിലയിലാണ്. ഇതാണ് എൻ്റെ ഒരു സ്കെച്ച് എന്ന് പറയുന്നത്. ഒരു 3.5 മാസം കൊണ്ട് പൂർത്തീകരിക്കും. ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ സമയബന്ധിതമായി തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലൊരു സംഭവം സംസ്ഥാനത്തെ ഒരു വിദ്യാലയങ്ങളിലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഷമീർ അബ്ദുൾ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ഷമീർ, നമ്മൾ മിഥുൻ്റെ മരണം കണ്ടപ്പോഴാണ് ആ വീടിൻ്റെ അവസ്ഥയും നമ്മൾ തിരിച്ചറിഞ്ഞത്. എന്തായാലും സ്കൂളിൽ വെച്ച് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ആ കുടുംബത്തിന് ഒരു വീട് ഒരുക്കാൻ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നു. വിശദാംശം. രുചീഷ്, ഇന്ന് രാവിലെ 10:30 മന്ത്രി വി ശിവൻകുട്ടി മിഥുൻ്റെ പഴയ വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയ ശേഷമാണ് പുതിയ വീട് അവിടെ ഒരുക്കുന്നത്. ഏതാണ്ട് 20 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഭവനം, അത്രയധികം ബുദ്ധിമുട്ടിലായിരുന്ന കുടുംബത്തിനൊരു ഭവനം സാധ്യമാക്കി കൊടുക്കുന്നത്. സ്കൗട്ട് ആൻഡ് ഗേൾസും അതുപോലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ഇത്തരത്തിൽ ഈ വീട് വെച്ച് നൽകുന്നത്. എന്തായാലും ആ വീടിൻ്റെ പണി ഏതാണ്ട് 5 മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് ഇതിൻ്റെ കരാറുകാർ പറഞ്ഞത്. പക്ഷേ മന്ത്രി പറഞ്ഞത് 3.5 മാസത്തിനുള്ളിൽ തന്നെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അവർക്ക് വേഗം ആ വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും മന്ത്രി ആ സദസ്സിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തു. തറക്കല്ലിടൽ കർമ്മം മന്ത്രി നിർവഹിച്ചു. ഇതിനുശേഷമാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷ, അതായത് ഇപ്പോൾ ഈ തേവലക്കര സ്കൂളിലുണ്ടായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ആ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്ന് തീരുമാനിക്കാൻ അത് അന്വേഷിക്കാൻ കൗൺസിലേഴ്സിനെ നിയമിച്ചിരുന്നു. അവർ അത് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഓണപരീക്ഷയുടെ സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകിയവർക്കെതിരെയും അതുപോലെ പ്രധാന അധ്യാപകർക്കെതിരെയൊക്കെ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു രണ്ടാനച്ഛൻ കുട്ടിയുടെ കാല് പൊള്ളിച്ച സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി കുട്ടികൾ നേരിടുന്നുണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലേഴ്സിൻ്റെ സ്കൂളിൽ കുട്ടികളെ കൗൺസിൽ നടത്തുന്ന കൗൺസിലേഴ്സിൻ്റെ ഒരു യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ ശേഷമാണ് മന്ത്രി ഇവിടെ നിന്നും മടങ്ങിയത്. രുചീഷ്. ശരി ഷമീർ, എന്തായാലും മിഥുൻ്റെ വീടിന് തറക്കല്ലിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഥുൻ്റെ മരണം ഇത്തരത്തിൽ സ്കൂളുകളിൽ നടക്കുന്ന പല അനാസ്ഥയ്ക്കുമെതിരെ ഒരു ചർച്ച ഉണ്ടാകാനും കാരണമായി. അത്തരത്തിൽ പരിശോധനകളും തുടരുകയാണ്. മറ്റൊരു സംഭവം നടക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്.